Time starts now. ഹലോ ഹലോ നമസ്കാരം ചേട്ടാ. അതെ പറഞ്ഞോളൂ. കൊറേ നേരമല്ലോ ചേട്ടാ ട്രൈ ചെയ്യുന്നത്. സർ ക്ഷമിക്കുക. ഓക്കെ പറഞ്ഞോളൂ. അത് എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനേ. അതെ എയർടെല്ലിന്റെ പുതിയ ഓഫർ എങ്ങാണ്ട് ചേട്ടാ? തീർച്ചയായും സഹായം. തങ്ങളാദ്യം ആ സ്പീക്കർ ഫോൺ ഒന്ന് ഓഫ് ചെയ്യുമോ? ഹലോ ഹലോ അതെ കംപ്ലൈന്റ് ആണ് ചേട്ടാ, സ്പീക്കർ ഓൺ ആയിക്കൊണ്ടിരിക്കണേ. അതെ കംപ്ലൈന്റ് ആണ്. ലൗഡ് സ്പീക്കർ ഓഫ് ആക്കാൻ സാധിക്കത്തില്ല. ഇല്ല ലൗഡ്, അതാണ് ഞാനിപ്പോ മാറി നിന്നിട്ട് സംസാരിക്കണേ. ഓക്കെ, ആ നിങ്ങൾ വിളിച്ച ഓഫറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ്. ആ അതിന് എന്റെ പേര് ഞാൻ ആദ്യം പറയാ. അതെ എന്റെ ഒരു പുഷ്ടി. പുഷ്ടി. ഓക്കെ. അല്ല ഓഫർ എന്താന്ന് വെച്ചാലേ, അതെ നിങ്ങളോട് കൊറേ കൊല്ലായി ഇത് എയർടെല്ലിന്റെ ഓഫീസ് തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ ആലോചിക്കുന്നതാണ്. ആദ്യം നിങ്ങൾ ഒരു ചാൻസ് തരണേ. നിങ്ങൾക്ക് നിങ്ങളെ ഇതില് വല്ല എയർടെല്ലിന്റെ ടവർ എടുക്കാനുണ്ടോ ചേട്ടാ? വീടിന്റെ നിങ്ങളെ അതെ എയർടെല്ലിന്റെ വല്ല ടവറ്, പഴയ ടവർ 10-200 രൂപ കൊടുക്കാനുണ്ടോ? വീടിന്റെ ഉമ്മർത്ത് വെക്കാൻ ഒട്ടും റേഞ്ചില്ലേ? സർ ക്ഷമിക്കാൻ. എന്ത് ക്ഷമിക്കാൻ ചേട്ടാ? ഞങ്ങളെ പണി എന്ന് പറഞ്ഞാൽ ചള്ളൊക്കെ വരലുണ്ട്. പണി ചള്ള അത് വിറ്റ് വല്ല 19 ഉറുപ്പ്യം ചെലവ് കിട്ടുന്നുണ്ടല്ലോ. 10-200 രൂപ ചേട്ടാ റീചാർജ് എന്തോരം നാളിക്കും. നിങ്ങൾ മറ്റേ പരിപാടിയെ കെട്ടി ഞങ്ങൾ അങ്ങനെ ജീവിക്കും. 200 രൂപ റീചാർജ് ചെയ്യാൻ 50 പൈസക്ക് കയറി ടവറില്ല. 10-200 രൂപ നിരക്കില്ല പാട്ടും പാടുക്ക ചേട്ടാ. ഹലോ കേൾക്കുന്നുണ്ടോ? സർ ക്ഷമിക്കുക, താങ്കളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? നാളേക്ക് 10 പൈസയില്ല ബസ്സിന്. 10 പൈസയില്ല ബസ്സിന്. നിങ്ങൾ എന്താ ഇങ്ങനെ കളിക്കണേ? നിങ്ങൾ എയർടെല്ലിന്റെ എപ്പോഴും ഞങ്ങൾ വിളിച്ച് കുറെ നമ്പർ ബുസി 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 തന്നെ കാട്ടറ്. ഹലോ 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 പറഞ്ഞോളൂ സർ. നമ്പറ് നിങ്ങളെ എയർടെല്ലിൽ എന്റെ കൂട്ടുകാരൻകൊക്കെ വല്ല അർജന്റ് ആയിട്ട് വിളിക്കുമ്പോ നമ്പർ ബുസി 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 നാട്ടു. എന്താണത്? ക്ഷമിക്കുക, അതായത് എയർടെല്ലിലേക്ക് വിളിക്കുമ്പോഴാണോ? ആ ഓക്കെ സർ ക്ഷമിക്കുക, അതായത് ഞാനേ ഹലോ ഹലോ പറഞ്ഞോളൂ. എന്റെ വീട് വിറ്റിട്ട് 19,000 രൂപ ലാഭം കിട്ടിയപ്പോ ഒരു കളർ ഫോൺ എടുത്ത്. അതെ അത് ഫോൺ എടുത്തവരും പറ്റിച്ച് നാട്ടുകാരും പറ്റിച്ച് 8,000 രൂപ ഞാൻ കൊടുത്ത് സെറ്റിന്. 8,000 രൂപ എടുത്തിട്ട് ഇപ്പൊ അവിടെ ഇട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നെല്ലാവരും പറ്റി. ഇത് കൂട്ടുകാരൻ കാല് പിടിച്ച് കരഞ്ഞ് അച്ചെടുത്തോ അല്ല ഉച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ എയർടെല് യൂസ് കൊല്ലം കുറെ നോക്കണേ. എയർടെല് കേട്ടുമ്പോ നമ്പർ ബുസി 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 നാട്ടറ്. ഞാൻ എന്താ ചെയ്യണം? ഞാൻ പറയുന്നത് കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? അങ്ങനെയും പറയണ്ട, താൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പണിണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമോ? നിങ്ങൾക്ക് രാവിലെ ഇഞ്ച് ചെയ്ത് അവിടെ വന്നിരുന്നാ പോരെ. പട്ടിയും ദാരിദ്ര്യമൊക്കെ ഞങ്ങൾക്ക്